ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ പലതിനെയും ആശ്രയിച്ചുകൊണ്ടാണ് പലരും ജീവിക്കുന്നത്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, അവരൊക്കെ നല്ല സമ്പന്നരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ എന്നെ സംരക്ഷിക്കും എന്നെല്ലാം പലരും കണക്കാക്കാറുണ്ട്. ഇങ്ങനെ കണക്കാക്കുന്നതിനിടയ്ക്കാണ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റിപ്പിരിയുന്നത്. അതും ഉണ്ട്. കണക്കില്ലാതെ ദ്രോഹിക്കുന്ന സ്വഭാവക്കാരുണ്ട്. പരസ്പരം മത്സരബുദ്ധിയോടുകൂടി ബദ്ധശത്രുക്കളായി കഴിയുന്നവരുമുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നാം എങ്ങനെയാണ് ഈ ബന്ധുക്കളുമായി ഇടപെടേണ്ടത്? യാതൊരു കാരണവുമില്ലാതെ പലരും നമ്മെ ദ്രോഹിക്കുകയാണെങ്കിൽ നാം എന്തു ചെയ്യണം? നമ്മളെ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കട്ടെ, എനിക്കാരുമില്ലല്ലോ എന്ന് പറഞ്ഞ് തൂങ്ങിച്ചാവാൻ പോകണോ? അതേ, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ബോധിച്ച് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ജീവിക്കുകയാണോ വേണ്ടത്? ബുദ്ധിയുള്ളവർ എന്തു ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം, അതിബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. എന്നെ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചു, എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് നല്ല ഒരു ഉത്തരമാണിത്. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി, അയ്യോ എന്നവരൊക്കെ ഉപേക്ഷിച്ചു പോയല്ലോ, ഇനി എനിക്ക് ആരാണുള്ളത്, ഞാൻ അവരൊക്കെ എത്ര സഹായിച്ചതാണ് എന്നെല്ലാം പറഞ്ഞ് വിലപിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ എത്ര അവരെ സ്നേഹിച്ചിട്ടും അവർക്ക് എത്ര സഹായം നൽകിയിട്ടും അവർക്കതിന് അല്പം പോലും നന്ദിയില്ല, അവർ എന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നവരെ ധാരാളം പരിചയമുണ്ട്. അതിനാൽ ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി, ആ എള്ളിൻ്റെ അത്ര പോലും അല്പം പോലും ദുഃഖിക്കരുതേ. ബന്ധുക്കൾ നമ്മളെ ഉപേക്ഷിച്ചാൽ അല്പം പോലും നമ്മൾ ദുഃഖിക്കരുത്. കാരണം എന്താണ്? സന്തോഷിച്ചിടുക പാരം, അതിബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. അവർ നമ്മളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പരമസന്തോഷികളായിരിക്കുക. കാരണം ഈ അത്യധികമായ മമത, സ്നേഹം നമ്മെ ദുഃഖിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അവർ നമ്മെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കണം. അവരെക്കുറിച്ചോർത്ത് ദുഃഖിക്കേണ്ടതായിട്ടില്ലല്ലോ. ഇതാണ് നമ്മൾ ഈ ലോകത്തിൽ പെരുമാറേണ്ടത്. നമ്മെ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നാം അതിലൊട്ടും തന്നെ പരിഭവിക്കേണ്ട, നമ്മൾ പരിപൂർണ സ്വതന്ത്രരായി എന്ന് ധരിക്കണം. നമ്മെ സ്നേഹം കൊണ്ട് ബന്ധിക്കാൻ സ്നേഹമുള്ളവർക്ക് സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ് ചെയ്തതെന്ന പരമസത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം, അതിബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. ഈ സുഭാഷിതം നമ്മൾ വീണ്ടും 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 വായിച്ച് ശ്രവിച്ച് മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെ നാം സർവ്വ ദൗർബല്യങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ബലവത്താക്കി തീർക്കേണ്ടതാണ്. ഈ ലോകത്തിലെ എന്തിനെ നാം ആശ്രയിച്ചാലും നാം ദുർബലരാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ലോകാതീതമായിരിക്കുന്ന പരമ്പൊരുളിനെയാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ആ പരമാത്മാവുമായി നാം ഐക്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കഴിവുകളും നമ്മളിലേക്കും ഒഴുകിയെത്തുന്നതാണ്. അതിനാൽ
ഇതൊക്കെ നിസാരമായി കണ്ടുകൊണ്ട് ഇതിൽ നമ്മൾ സന്തോഷിച്ച് നാം പരിപൂർണ സംതൃപ്തരായി കഴിയുകയാണ് വേണ്ടത്. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം. അതിബന്ധങ്ങളാകുന്നു ബന്ധവും മറ്റും.